സഞ്ജീവ് ഖന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഉണ്ടാക്കിയിട്ട് ഈ വിധി റീകോൾ ചെയ്തിട്ട് സ്റ്റേ ചെയ്യുന്നു. സുപ്രീം കോടതിക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ, ലെജിസ്ലേച്ചറിന് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ലെജിസ്ലേച്ചറിന് ഇനിയിപ്പോൾ ചെയ്യണമെന്ന് വെച്ചോ, ഇപ്പോൾ 3 മാസം എന്നുള്ളത് സുപ്രീം കോടതി കാണിച്ചത് അന്യായമാണ്, 1.5 വർഷം എന്ന് പറഞ്ഞിട്ട് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരണം. അത് കൊണ്ടുവരണമെങ്കിൽ എക്സിസ്റ്റിംഗ് ലോക്സഭയ്ക്കകത്തും 1/2 ഭൂരിപക്ഷം വേണം. അതുണ്ടോ നരേന്ദ്രമോദിക്ക്? പ്രതിപക്ഷം കൂടുന്നെങ്കില. കാരണം പ്രതിപക്ഷം ആകാശം ഇടിഞ്ഞു വീണാലും ശരി നരേന്ദ്രമോദിക്കെതിരായിട്ടേ അവർ നിൽക്കുകയുള്ളൂ. അവരുടെയും അധികാരം എടുത്തു കളയുന്നത് സുപ്രീം കോടതിയാണെങ്കിൽ അവരതിന് വരെ കൂട്ടുനിൽക്കും. അത്രയ്ക്ക് ഹോസ്റ്റൈലായി അത് അഫക്റ്റ് ചെയ്യുന്നത് മോദിയാണ്. അതുകൊണ്ട് പിന്നെ അപ്പം നമ്മൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാലും ഇതുപോലെ സംഭവിക്കില്ല. അതപ്പം നോക്കാം. ഇതിങ്ങനെ ഇതും ചെയ്തിരുന്നു കേട്ടോ, BJPയും ഇത് ചെയ്തിരുന്നു. നരസിംഹറാവു ഭരിക്കുമ്പോൾ 1995 മറ്റാണ് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ ഒരു ബേസ് ബർവ, ആസാംകാരനാണ്. ഇദ്ദേഹത്തെ മാറ്റാൻ നരസിംഹറാവു തീരുമാനിച്ചു. EDയുടെ ഡയറക്ടറെ അങ്ങനെ മാറ്റാനല്ലോ, പ്രധാനമന്ത്രിയല്ലേ. BJP അന്ന് ബഹളം വെച്ചിട്ട് ദേ വെന്റ് ടു സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ട് അത് സ്റ്റേ ചെയ്തു. അന്ന് കേരള BJPയിൽ അത് ശരിയായില്ല എന്ന് പറയാൻ ഞാൻ മാത്രമേ ഉണ്ട്. എല്ലാ BJPക്കാരും കൂടെ എന്നെ തിന്നു. ചേട്ടൻ അഴിമതിക്ക് കൂട്ടി. ഞാൻ പറഞ്ഞ അഴിമതിക്ക് കൂട്ടി നിൽക്കുന്നൊന്നുമല്ല പ്രശ്നം. എക്സിക്യൂട്ടീവിൻ്റെ അധികാരത്തിലേക്ക് സുപ്രീം കോടതി കടന്നു കയറുകയാണ്. നിങ്ങളാണ് അതിന് കാരണക്കാർ. നാളെ നിങ്ങളുടെ സർക്കാർ വരുമ്പോൾ ഇതുപോലെ സുപ്രീം കോടതി കയറിയിട്ട് ആഫീസർമാരുടെ സ്ഥലം മാറ്റരുതെന്ന് പറയും, മാറ്റണമെന്ന് പറയും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? അതപ്പം നോക്കണം. ഇപ്പം നമുക്ക് നരസിംഹറാവുവിനെ ദിസ് ഹാപ്പൻ നൗ ദെയർ. ഇപ്പം ഈ മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുന്നത് BJP. ഈ എക്സിക്യൂട്ടീവ് അധികാരത്തിലേക്ക് സുപ്രീം കോടതി കയറുന്നു എന്ന് കണ്ടാൽ ആ നിമിഷം ലെജിസ്ലേച്ചർ ഒരുമിച്ച്, അവിടെ BJPയോ കോൺഗ്രസ്സോ അല്ല നോക്കേണ്ടത്, MP-മാർ ഒരുമിച്ച് നോ, അത് പറ്റില്ല, കം വാട്ട് മേ ബി, ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ സെറ്റിൽ ചെയ്തോളാം. സെപ്പറേഷൻ ഓഫ് പവേഴ്സിനോട് എന്തെങ്കിലും ഒരു റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അതിന് പകരം ഇരിക്കുന്ന സർക്കാരിനെ എങ്ങനെയെങ്കിലും എംബ്രാസ് ചെയ്യാനായിട്ട് സുപ്രീം കോടതിയെ ഏത് രീതിയിലും തുടലഴിച്ചു വിടാൻ പാർട്ടികൾ തയ്യാറാകുന്നു. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.